ഈ കഥ ആരംഭിക്കുന്നത് മുക്കുവൻ കടലിൽ നിന്ന് ഒരു പഴയ ചെമ്പ് കുപ്പി കണ്ടെത്തുന്നതോടെയാണ്. അത് തുറന്നപ്പോൾ അതിൽ നിന്ന് ഭീകരരൂപിയായ ഒരു ദുഷ്ടജിന്ന് പുറത്തു വന്നു. ജിന്ന് മുക്കുവനോട് 1800 വർഷം താൻ കുപ്പിയിൽ തടവിലായിരുന്നു എന്നും ഇനി തന്നെ മോചിപ്പിക്കുന്നവനെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു എന്നും പറയുന്നു. മുക്കുവൻ ബുദ്ധിപൂർവ്വം ജിന്നിനെ വീണ്ടും കുപ്പിയിലേക്ക് കയറ്റി അടച്ചു. യൂനാൻ രാജാവും ധൂപാഞ്ജാനിയും തമ്മിലുള്ള കഥ പറഞ്ഞ് ജിന്നിനെ പ്രബോധിപ്പിച്ചു. നന്മ ചെയ്യുന്നവരോട് നന്മ തിരിച്ചു ചെയ്യണമെന്ന് ബോധ്യപ്പെടുത്തി. ഒടുവിൽ ജിന്ന് മുക്കുവനെ ഇനി ഉപദ്രവിക്കില്ലെന്നും സമ്പന്നനാക്കുമെന്നും ശപഥം ചെയ്തതിനെ തുടർന്ന് അവനെ മോചിപ്പിച്ചു. അത്ഭുതകരമായ ഒരു തടാകത്തിലേക്കാണ് ജിന്ന് മുക്കുവനെ കൊണ്ടുപോയത്. അത് പർവ്വതത്തിനപ്പുറമുള്ള ഒരു രഹസ്യ തടാകമായിരുന്നു. അതിൽ 4 വ്യത്യസ്ത നിറങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു: വെള്ള, ചുവപ്പ്, നീല, മഞ്ഞ. ജിന്ന് ഈ മത്സ്യങ്ങൾ രാജാവിന് സമർപ്പിക്കണമെന്നും പക്ഷെ ദിവസവും ഒരിക്കൽ മാത്രമേ മത്സ്യം എടുക്കാവൂ എന്നും പറഞ്ഞിട്ട് ഭൂമി പിളർന്ന് അപ്രത്യക്ഷനായി. ഇതേ സമയം മുക്കുവൻ 4 മത്സ്യങ്ങൾ സുൽത്താൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. രാജാവ് അവയെ പാകം ചെയ്യാൻ ഗ്രീക്ക് രാജാവ് സമ്മാനമായി അയച്ച പുതിയ പാചകക്കാരിക്ക് നൽകുന്നു. മുക്കുവന് പ്രതിഫലമായി 400 സ്വർണ്ണ നാണയങ്ങളും കൊടുക്കുന്നു. പാചകക്കാരി മത്സ്യങ്ങൾ വറുക്കുമ്പോൾ അവിശ്വസനീയമായ ഒരു സംഭവം നടന്നു. അടുക്കളയിലെ ചുവർ പിളർന്നു. അതിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. അവൾ നീല പട്ടുവസ്ത്രവും രത്നാഭരണങ്ങളും അണിഞ്ഞിരുന്നു. അവളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. അവൾ മത്സ്യങ്ങളോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായി തുടരുന്നുണ്ടോ? മത്സ്യങ്ങൾ തല ഉയർത്തി അതെ അതെ, നീ മടങ്ങി വന്നാൽ ഞങ്ങളും മടങ്ങും എന്ന് മറുപടി കൊടുക്കുന്നു. ആ പാചകക്കാരി ഇത് കണ്ട് ബോധം കെട്ട് വീണു. അതേസമയം സുന്ദരി അടുപ്പിലിരുന്ന ചട്ടി മറിച്ചിടുന്നു. അങ്ങനെ മത്സ്യങ്ങൾ കരിഞ്ഞുപോയി. വില കൂടിയ മത്സ്യമായിരുന്നില്ലേ? പാചകക്കാരി പേടിച്ച് വസീറിനോട് സത്യം പറയുന്നു. വസീർ വീണ്ടും മുക്കുവനോട് അതേ മത്സ്യം കൊണ്ടുവരാൻ പറയുന്നു. അടുത്ത ദിവസം മുക്കുവൻ വീണ്ടും മത്സ്യവുമായി എത്തുന്നു. ഇത്തവണ വസീർ സ്വയം മത്സ്യം അറക്കുമ്പോൾ അതേ സംഭവം ആവർത്തിക്കുന്നു. മൂന്നാമതായി രാജാവ് ഇത് കാണാൻ ആഗ്രഹിച്ചു. ഇത്തവണ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഒരു കറുത്ത ഭീമാകാരനാണ് സുന്ദരിക്ക് പകരം പ്രത്യക്ഷപ്പെട്ടത്. അവൻ്റെ കയ്യിൽ ഒരു പച്ചമരത്തിൻ്റെ കൊമ്പുണ്ടായിരുന്നു. അവനും മത്സ്യങ്ങളോട് ഇതേ ചോദ്യം ചോദിക്കുന്നു. മത്സ്യങ്ങൾ അതേ ഉത്തരം നൽകുന്നു. അവൻ കൊമ്പുകൊണ്ട് ചട്ടി മറിച്ചിട്ട് മത്സ്യങ്ങൾ കരിയാക്കി അപ്രത്യക്ഷനായി. രാജാവ് ഇതിൻ്റെ പിന്നിലെ രഹസ്യമറിയാൻ തീരുമാനിച്ചു. അദ്ദേഹം മുക്കുവനോട് തടാകത്തിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അത് വെറും അരമണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ എന്ന് അറിയുന്നു. എന്നാൽ രാജാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ആ സ്ഥലം കണ്ടിട്ടില്ല. രാജാവ് സൈന്യവുമായി തടാകത്തിലെത്തി. അവർ 4 പർവ്വതങ്ങൾക്കിടയിൽ വിശാലമായ ആ തടാകം കണ്ടെത്തി. അതോടെ ഇതിന് പിന്നിലെ രഹസ്യം അറിയുന്നത് വരെ താൻ തൻ്റെ നഗരത്തിലേക്കോ സിംഹാസനത്തിലേക്കോ മടങ്ങില്ല എന്ന് രാജാവ് പ്രതിജ്ഞയെടുത്തു. രാജാവ് ഒറ്റയ്ക്ക് വേഷം മാറി 2 ദിവസം യാത്ര ചെയ്ത് കറുത്ത കല്ലുകളാൽ നിർമ്മിച്ച ഇരുമ്പ് പൊതിഞ്ഞ ഒരു കൊട്ടാരം കണ്ടെത്തുന്നു. അകത്തു പ്രവേശിച്ചപ്പോൾ ആ കൊട്ടാരം സമ്പന്നമായാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് രാജാവിന് മനസ്സിലായി. എന്നാൽ അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അദ്ദേഹം ഒരു വിലാപത്തിൻ്റെ ശബ്ദം കേട്ടത്. അന്വേഷിച്ചപ്പോൾ ഒരു യുവാവിനെ കണ്ടു. വളരെ സുന്ദരനായ ഒരു യുവാവ്. സ്വർണം പതിച്ച പട്ടുവസ്ത്രമാണ് അണിഞ്ഞിരുന്നത്. പക്ഷേ അവൻ്റെ അര മുതൽ കാൽ വരെ കല്ലായി മാറിയിരുന്നു. അരയ്ക്ക് മുകളിലേക്ക് സാധാരണ മനുഷ്യൻ. അങ്ങനെ യുവാവാണ് രാജാവിനോട് ആ മത്സ്യങ്ങളുടെയും തടാകത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും കഥ പറയുന്നത്. ആ യുവാവ് മെഹ്മൂദ് എന്ന രാജാവിൻ്റെ മകനായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. മെഹ്മൂദ് 70 വർഷം കറുത്ത ദ്വീപുകളും 4 പർവ്വതങ്ങളും ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം മകൻ സിംഹാസനത്തിൽ പ്രവേശിച്ചു. തൻ്റെ അമ്മാവൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. അവൾ അവനെ അതിയായി സ്നേഹിച്ചിരുന്നു. അവൻ അകന്നുമാറിയാൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ പോലും ചെയ്യില്ല. 5 വർഷം അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഭാര്യ കുളിക്കാൻ പോയപ്പോൾ യുവരാജാവ് കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. 2 ദാസിമാർ അവൻ്റെ കാൽക്കലും തലയ്ക്കലും ഇരുന്ന് വീശി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങുന്നതായി കരുതി ഒരു ദാസി മറ്റവളോട് പറഞ്ഞു, യജമാനൻ എത്ര നിർഭാഗ്യവാനാണ്. അവൻ്റെ ദുഷ്ടയായ ഭാര്യയോടൊപ്പം വെറുതെ ജീവിതം പാഴാക്കുകയാണ്. അവളാണെങ്കിൽ എല്ലാ രാത്രിയും അദ്ദേഹത്തിൻ്റെ വീഞ്ഞിൽ മയക്കുമരുന്ന് കലർത്തി അദ്ദേഹം ഗാഠനിദ്രയിൽ ആഴ്ന്നു പോകുമ്പോൾ പുറത്തുപോയി പുലർച്ചെ വരെ. ഇത് കേട്ട യുവരാജാവ് പകച്ചുപോയി.
സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നു. ആ രാത്രി ഭാര്യ കൊടുത്ത വീഞ്ഞ് അദ്ദേഹം കുടിക്കുന്നതായി നടിച്ചതേയുള്ളൂ. ഭർത്താവ് ബോധം കെട്ടുറങ്ങുകയാണെന്ന സന്തോഷത്തോടെ ഭാര്യ, നീ ഒരിക്കലും ഉണരാതിരുന്നിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ വെറുക്കുന്നു. മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി വാൾ ചാർത്തി പുറത്തുപോയി. യുവരാജാവ് അവളെ പിന്തുടർന്നു. നഗരകവാടത്തിൽ അവൾ മന്ത്രവാദം ഉപയോഗിച്ച് പൂട്ടുകൾ തുറന്നു. കുന്നുകൾക്കിടയിലെ ഒരു പഴയ കെട്ടിടത്തിലെത്തി. അകത്തേക്ക് കടന്നു. യുവരാജാവ് മേൽക്കൂരയിൽ കയറി നോക്കിയപ്പോഴാണ് ഭാര്യ ഒരു അടിമയോടൊപ്പമായിരിക്കുന്നത് കണ്ടത്. അടിമ അവളെ ശകാരിക്കുന്നുണ്ടായിരുന്നു വൈകിപ്പോയതിന്. അപ്പോൾ അവൾ തൻ്റെ ഭർത്താവിനെ മയക്കി കിടത്തിയിട്ട് വേണ്ടേ വരാൻ എന്ന് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കണ്ട ക്രോധത്തിൽ യുവരാജാവ് അകത്തേക്ക് ചാടി. അവൻ അടിമയുടെ കഴുത്തിൽ വാളുകൊണ്ട് ആഞ്ഞടിച്ചു. പ്രഹരത്തിൽ അയാളുടെ മാംസവും തൊണ്ടയും മാത്രമേ മുറിക്കാനായുള്ളൂ. പക്ഷെ അവനെ പൂർണ്ണമായി കൊല്ലാൻ പറ്റിയില്ല. ഭാര്യ ഉണരുന്നതിന് മുന്നേ യുവരാജാവ് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ഭാര്യ തലമുടി മുറിച്ച് വിലാപവസ്ത്രം ധരിച്ചു വന്നു. ആ കോലത്തിൽ അവളെ കണ്ട് തിരക്കിയപ്പോൾ അമ്മയും പിതാവും സഹോദരന്മാരും മരിച്ചുവെന്ന് അവൾ നുണ പറഞ്ഞു. അങ്ങനെ യുവരാജാവ് സത്യങ്ങൾ അറിയാമായിരുന്നിട്ടും അവളെ വിലാപവസ്ത്രത്തിൽ തുടരാൻ അനുവദിച്ചു. 1 വർഷം കഴിഞ്ഞ് അവൾ കൊട്ടാരത്തിൽ ഒരു വിലാപഗൃഹം പണിയാൻ അനുവാദം ചോദിച്ചു. അവിടെ അവൾ മുറിവേറ്റ അർദ്ധമരിച്ച അടിമയെ താമസിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വീഞ്ഞും ഭക്ഷണവും കൊണ്ടുപോയി. 2-ാം വർഷവും അവൾ അങ്ങനെ തന്നെ തുടർന്നു. എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ യുവരാജാവ് അവളെ വാളുയർത്തി വെട്ടാൻ തുനിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ സത്യവും അറിയാമല്ലോ. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മന്ത്രവാദം ചൊല്ലി, എൻ്റെ മന്ത്രവാദത്താൽ നിന്നെ പകുതി കല്ലും പകുതി മനുഷ്യനുമാവട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ യുവരാജാവ് അങ്ങനെയായി. ചലിക്കാൻ കഴിയാതെ, മരിച്ചവനുമല്ല എന്നാൽ ജീവിച്ചിരിക്കുന്നവനുമല്ല. പിന്നീട് അവൾ മുഴുവൻ നഗരത്തെയും മന്ത്രവാദം ചെയ്തു. 4 വിഭാഗം ജനങ്ങളെ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, യഹൂദർ, മാഗിയർ, വെള്ള, നീല, മഞ്ഞ, ചുവപ്പ് എന്നീ മത്സ്യങ്ങളാക്കി മാറ്റി. 4 ദ്വീപുകളെ 4 പർവ്വതങ്ങളാക്കി തടാകത്തിനു ചുറ്റും സ്ഥാപിച്ചു. ഇതാണ് തൻ്റെ സങ്കടകരമായ കഥ എന്ന് ആ യുവരാജാവ് തൻ്റെ കൊട്ടാരത്തിൽ വന്ന സുൽത്താനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. സുൽത്താൻ അവനെ സഹായിക്കാൻ തീരുമാനിച്ചു. പുലർച്ചെ അദ്ദേഹം വിലാപഗൃഹത്തിൽ പോയി. അടിമയെ വാളുകൊണ്ട് കൊന്നു. ആ ശരീരം കിണറ്റിലേക്കെറിഞ്ഞു. പിന്നെ അടിമയുടെ വസ്ത്രം ധരിച്ച് അവൻ്റെ സ്ഥാനത്ത് കിടന്നു. മന്ത്രവാദിനി വന്ന് പതിവ് പോലെ യുവരാജാവിനെ ചാട്ട കൊണ്ടടിച്ചു. പിന്നീട് വിലാപഗൃഹത്തിൽ വന്ന് അടിമയോട് സംസാരിച്ചു. സുൽത്താൻ തൻ്റെ ശബ്ദം വളരെ ദുർബലമാക്കി അവളോട് മറുപടി പറഞ്ഞു. അല്ലാഹു അല്ലാതെ ഒരു ശക്തിയില്ല. അവൾ സന്തോഷത്താൽ ബോധം നഷ്ടപ്പെട്ടു വീണു. സുബോധം വന്നപ്പോൾ സുൽത്താൻ പറഞ്ഞു, നീ ദിവസം മുഴുവൻ നിന്റെ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു. അവൻ്റെ നിലവിളി എൻ്റെ ഉറക്കം കെടുത്തുന്നു. അതിനൊരു പരിഹാരമുണ്ടാക്കിയിട്ട് നീ ഇനി എന്നോട് സംസാരിച്ചാൽ മതി. അവൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഞാൻ അവനെ മോചിപ്പിക്കാം. എന്നാൽ മോചിപ്പിക്കൂ. അവൾ ഓടിച്ചെന്ന് യുവരാജാവിന്മേൽ മന്ത്രവാദ ജലം തളിച്ചു. അവൻ ഉടനെ സാധാരണ നിലയിലായി. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, നീ എന്നെ ഇതിൽ നിന്ന് മോചിപ്പിച്ചു. അത് ശാഖയിൽ നിന്നൊരു മോചനമാണ്, പക്ഷേ വേരിൽ നിന്നല്ല. മത്സ്യങ്ങൾ എല്ലാ രാത്രിയും എൻ്റെ മേൽ ശാപം ചൊരിയുന്നുണ്ട്. അവരെയും മോചിപ്പിക്കൂ. സന്തോഷത്തോടെ അവൾ തടാകത്തിൽ പോയി മന്ത്രവാദ ജലം തളിച്ചു. മത്സ്യങ്ങൾ ഉടൻ മനുഷ്യരായി മാറി. നഗരം പുനഃസ്ഥാപിക്കപ്പെട്ടു. പർവ്വതങ്ങൾ വീണ്ടും ദ്വീപുകളായി. അങ്ങനെ മന്ത്രവാദിനി വിലാപഗൃഹത്തിലേക്ക് മടങ്ങി. ഓ എൻ്റെ പ്രിയ, നിന്റെ കൈ നീട്ടു എന്ന് അവൾ പ്രേമപരവശയായി അവനോട് പറയുന്നു. സുൽത്താൻ പെട്ടെന്ന് തന്നെ വാൾ പുറത്തെടുത്ത് അവളുടെ നെഞ്ചിൽ കുത്തിയിറക്കി അവളെ കൊല്ലുന്നു. യുവരാജാവ് തന്നെയും തൻ്റെ രാജ്യത്തെയും രക്ഷിച്ച സുൽത്താനോട് നന്ദി പറയുന്നു. സുൽത്താൻ അവനെ ഒരു മകനെപ്പോലെ കണ്ട് അവർ ഒരുമിച്ച് സുൽത്താൻ്റെ നഗരത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് ഈ നഗരത്തിനെ രക്ഷിക്കാൻ കാരണക്കാരനായ മുക്കുവനെ വിളിപ്പിച്ച് അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് ബഹുമാനിച്ചു. ഇതോടെ മുക്കുവൻ്റെയും ജിന്നിൻ്റെയും കഥ പൂർത്തിയായി. ഇനി അടുത്ത ഭാഗത്തിൽ പുതിയൊരു കഥയുമായി കാണാം.